guys, welcome back to another newest episode of Mo Studio. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഈ ഒരു ഓണം സീരീസ് തുടങ്ങിയിട്ട് ഹോൾ വീഡിയോ ഇല്ലാണ്ട് എന്തോന്ന് ഓണം അല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഹോൾ എന്ന് പറയുന്നത് ഓണത്തിൽ ഇടാൻ പറ്റിയ 2 ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അതിന്റെ റിവ്യൂ ഞാനിത് മേടിച്ചിട്ട് കുറച്ചായി കേട്ടോ. അതായത് ഏകദേശം ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും ഇത് മേടിച്ചിട്ട്, 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഞാനിത് യൂസ് ചെയ്ത് ഫസ്റ്റ് യൂസേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഓണത്തിനെന്നല്ല, എന്തൊക്കെ ഫെസ്റ്റിവൽസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ്സ് അത് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും കിഡിലായുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ, നല്ല ബ്രൈറ്റ് കളേഴ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇടിയ വരുത്തണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മോ സ്റ്റുഡിയോ. ഓക്കെ, അപ്പൊ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോണ ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നത് 2 എത്നിക് വെയേഴ്സ് ആണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ഈ ഒരു ഇപ്പൊ ക്രിയേറ്റ് ചെയ്തേക്കുന്ന മേക്കപ്പ് ലുക്ക് ഈ ഒരു ഓണത്തിന് സിമ്പിൾ ആയിട്ട് BB ക്രീം മാത്രം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട് ലുക്കാണ്. സോ അതിന്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഓൺലി 29 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. സോ സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. 2 മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ലുക്ക്. സോ അതിന്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോകുക, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളുടെ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറും ആണ്, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റും ആണ്. മോസ്റ്റ് ആൾക്കാരുടെയും എനിക്ക് അറിഞ്ഞുകൂടട്ടെ എല്ലാവരുടെയും, അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്റെ ഫേവറേറ്റ് കളറാണ് ഇത് കേട്ടോ. ഇത് ലാവൻഡർ, പിങ്ക്, പർപ്പിള്, ഈ കളറിൽ വരുന്ന ഈ ഒരു കാറ്റഗറി ഓഫ് കളേഴ്സ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് യെല്ലോ ഒക്കെ എന്റെ വാർഡ്രോബിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇത് മഞ്ഞ ഒക്കെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോ ഈ കളേഴ്സിൽ എന്റെ കയ്യിൽ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചാടി വീഴുന്ന ഈ കളറിലേക്ക് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർക്കൊക്കെ ബ്ലാക്കിനോട് ഭയങ്കര ക്രേസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്രേസ് ഇങ്ങനത്തെ കളേഴ്സിനോടാണ് കേട്ടോ. അതായത് ഈ ലൈറ്റ് ആയിട്ട് വരുന്ന, ബ്രൈറ്റ് ആയിട്ട് വരുന്ന കളേഴ്സ് ഇല്ലേ, അങ്ങനത്തെ എനിക്ക് ഭയങ്കര ക്രേസ് ആട്ടോ. അതിപ്പം എന്താ പറയാ, നല്ല പ്രൈസി ആണെങ്കിലും കുറഞ്ഞാണെങ്കിലും ഓക്കെ, അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ഈ ഒരു കളേഴ്സ് വന്നു കഴിഞ്ഞാല് ഐ വിൽ ബിക്കം മാഡ് ഓൺ ദിസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കാരണം ഞാനിത് മേടിച്ചിട്ട് കുറച്ചായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ദുപ്പട്ട നോക്കാം. പ്രൈസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രൈസ് പറയുന്നത് അങ്ങനെ ഹൈ പ്രൈസിലുള്ളതൊന്നുമല്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അതായത് 1000 ബിലോ ആയിട്ട് വരുന്നതാണ് 2 ഔട്ട്ഫിറ്റ്സ് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ദുപ്പട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് അതിന്റെ പാന്റിന്റെ ടോപ്പിന്റെയും കളറിന് ഒരു ഡിഫറൻസ് ഉണ്ട് ദുപ്പട്ടയ്ക്ക്. അതൊരു ഭയങ്കര ഡാർക്കസ്റ്റ് പർപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റ് പിങ്കിഷ് പർപ്പിളാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിന്റെ ക്ലോത്ത് എന്ന് പറയുന്നത് കോട്ടൺ പ്ലസ് പോളിസ്റ്റർ ബ്ലെൻഡ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ സൈഡില് ആക്ച്വലി അത് പറയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സിൽക്ക് ഡിസൈൻ കണ്ടോ ഗൈസ്. നമ്മൾ പറയില്ലേ കാഞ്ചീപുരം പട്ട് അല്ലെങ്കിൽ പട്ടിന്റെ ക്ലോത്ത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ധരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എന്താ പറയാ, അതും കൂടിയാണ് എന്റെ ഇത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് കൂട്ടാനുള്ള കാരണം. ഞാൻ ഇന്ന് കാണിച്ചിരുന്ന 2 മെറ്റീരിയൽസും അങ്ങനെ തന്നെയാണ്. സോ എനിക്കറിയാം കുറച്ചു പേർക്കെങ്കിലും എന്നെ പോലത്തെ ഈ ഒരു ക്രേസ് ഉണ്ടാവും ഗൈസ്. സിൽക്ക് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് വെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ, ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കുറച്ച് ലോങ് ആണ് കേട്ടോ ദുപ്പട്ട, അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നമുക്ക് ഭയങ്കര ഈസിലി ടു മാനേജബിൾ ആണ്. അതായത് ചില ദുപ്പട്ട സെറ്റിലൊക്കെ ദുപ്പട്ട ഭയങ്കര എന്താ പറയാ, ചില ഷിഫോൺ ക്ലോത്തിന്റെ ഒക്കെ ദുപ്പട്ട കണ്ടിട്ടില്ല, നമുക്ക് എത്ര ഇട്ട് കഴിഞ്ഞാലും അത് അഴിഞ്ഞഴിഞ്ഞു പോവുക, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇതിന്. കണ്ടതാ ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആണ് കേട്ടോ. അതെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിന്നോളും, സെറ്റായിട്ട് അവിടെ അങ്ങ് നിന്നോളും. പിൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, ജസ്റ്റ് അവിടെ അങ്ങനെ സെറ്റായിട്ട് സെക്യൂർ ആയിട്ട് നിന്നോളൂ കേട്ടോ. അതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ സൈഡിലായിട്ട്. ഓക്കെ, കണ്ടോ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. നമ്മുടെ പട്ട് സാരിയിലൊക്കെ വരുന്ന ഡിസൈൻ ഇല്ലേ, അതുപോലത്തെ ഒരു ഡിസൈൻ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് മേടിക്കുക ഈ ഒരു ദുപ്പട്ട സെറ്റ്. അത്രയും കിഡിലാണ് ഗൈസ്, അത്രയും കിഡിലൻ.
ഇതാണ് ദുപ്പട്ട വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസി ടു മാനേജ് ആണ്. നമുക്ക് ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഈസി ടു മാനേജബിൾ ആണ്. എസ്പെഷ്യലി ഈ ഒരു ചൂടുകാലത്തൊക്കെ നമുക്ക് ഔട്ട്ഫിറ്റ്സ് ഇടാൻ പേടിയാണ്. ഇങ്ങനത്തെ ഹെവി ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടാൻ പേടിയായിരിക്കും. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ ആ ഒരു പേടിക്കണ്ട കേട്ടോ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തേത്. ആൻഡ് ഇതിന്റെ ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ. കണ്ടോ, ഈ ഒരു പർപ്പിളാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിന്റെ നെക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. ആക്ച്വലി എന്റെ ഒരു സജഷൻ ആണ്, നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വെയർ ചെയ്യേണ്ടത്, എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു ഔട്ട്ഫിറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നെക്ലേസോ ചോക്കറോ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഈ ഒരു ഔട്ട്ഫിറ്റ്സിന്റെ നെക്കിൽ വരുന്ന ഈ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഒരു കോൺട്രാസ്റ്റിംഗ് സിൽവർ എന്ന് പറയാൻ പറ്റില്ല, ഗോൾഡ് എന്നും പറയാൻ പറ്റില്ല, രണ്ടിന്റെയും മിഡിലായിട്ട് കിടക്കുന്ന ഒരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും നെക്ലേസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ഭംഗി പോവും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ നെക്ലേസസ് ഒന്നും തന്നെ പെയർ ചെയ്യാറില്ല. കഴുത്ത് അങ്ങനെ അങ്ങ് വിടും, ഏതെങ്കിലും ഇയർ റിങ്സ് യൂസ് ചെയ്യും, അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഓക്കെ, ഇതിന്റെ നെക്കിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ്. ബാക്കി എല്ലായിടത്തും ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ട് മുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആണ്. പിന്നെ കയ്യിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. കൈ എന്ന് പറയുന്നത് 3/4 ആണ് കേട്ടോ, എനിക്ക് 3/4 ആണ് ഉള്ളത്. അപ്പം എന്റെ പറയുമ്പോൾ കുറച്ച് ഷോർട്ട് ഹാൻഡ് ആണ്, കുറച്ച് ലെങ്തി ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടിന്റെ ഇവിടെ വരെ കിടക്കുള്ളതായിരിക്കും. എനിക്കിപ്പം മുട്ട് കഴിഞ്ഞിട്ടും കുറച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇറ്റ്സ് മേ വാരി. ഓക്കെ, ഹൈറ്റ് അനുസരിച്ചിട്ട് ഡിഫറൻസ് വരും കേട്ടോ. ആൻഡ് ഇതാ കണ്ടോ, ഇതാണ് ഇതിന്റെ ക്ലോത്ത് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി പോളിസ്റ്റർ അല്ല, പോളിസ്റ്റർ ചെറുതായിട്ട് ഒരു സിൽക്ക് മെറ്റീരിയൽ ഉണ്ടാവില്ല ഗൈസ്. സിൽക്ക് മെറ്റീരിയൽ അതിപ്പോ എങ്ങനെ പറഞ്ഞുതരാം, ഒരു സിൽക്ക് പോളിസ്റ്റർ പ്ലസ് കോട്ടൺ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതേ ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് നല്ല കംഫർട്ടാണ് ഗൈസ്, നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചൂടെടുക്കും. മീൻസ് സാധാരണ എനിക്ക് ഇങ്ങനത്തെ ഹെവി ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ കുർത്ത സെറ്റ് ദുപ്പട്ട സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കും. എങ്ങനെയാലും ഒന്ന് അയച്ചു കിട്ടിയാൽ മതി, വീട്ടിലത്തെ കൂളായിട്ടുള്ള ഡ്രസ്സ് ഏതെങ്കിലും ടീഷർട്ട് ഇട്ടാൽ മതി, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരും. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ടു ബ്രീത്ത് ആണ് സ്കിന്നിന്, അങ്ങനെ പെട്ടെന്ന് വേർക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. സോ ഇതാണ് ടോപ്പ് വന്നിട്ട്. ഓക്കെ, ആൻഡ് പാന്റ് കാണിച്ചു തരാം. പാന്റ് എന്ന് പറയുന്നത് ഇതാണ്. പാന്റ് കംപ്ലീറ്റ്ലി സിൽക്ക് ആണ്. സിൽക്ക് മീൻസ് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് പോളിസ്റ്റർ ആണ്. സോ കണ്ടോ, ഇവിടെ ജസ്റ്റ് ആരയുടെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ബാക്കി കംപ്ലീറ്റ്ലി സ്റ്റിച്ചഡ് ആണ് കേട്ടോ. കംപ്ലീറ്റ് നമുക്ക് മേടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, റെഡിമെയ്ഡ് ആണ്. ആൻഡ് കണ്ടോ, ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പം നമ്മുടെ സൈസ് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ പാന്റിന്റെ ലെങ്തിലും വിഡ്ത്തിലും ഒക്കെ ഡിഫറൻസ് വരും കേട്ടോ. ഓക്കെ, ഇതാ കണ്ടോ, ഇങ്ങനെയാണ് പാന്റ് വന്നിട്ട്. കംപ്ലീറ്റ്ലി ഇതാ ഈ ഒരു മെറ്റീരിയൽ ആണ്. ഈസി ടു ബ്രീത്ത് ആണ്, ഈസി ടു കംഫർട്ട് ആണ്, ഈസി ടു മെയിൻറ്റെയിൻ ആണ്, എല്ലാം കൊണ്ടും കിടിലനാണ്. ആൻഡ് ഓവറായിട്ട് വാഷ് ചെയ്യരുത്. നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആക്കുന്ന പോലെ ഒന്നും ഇട്ട് അലക്കരുത്. ജസ്റ്റ് വാഷ് ചെയ്യുക, ജസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിന്റെ പാന്റ് വന്നിട്ട്. ഇതാണ് ഫസ്റ്റിൽ ഔട്ട്ഫിറ്റ്. ഓക്കെ, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഈ കളർ. ഫേവറേറ്റ് ആയിട്ടുള്ളവർ കമന്റ് ചെയ്യുക ഗൈസ്. ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റ് അധികം ആരും എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഈ അടുത്തായിട്ടാണ് അത് ലൈവ് ആയിട്ടുണ്ട്. പ്രൈസ് ഒക്കെ മറന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് മീഷോ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് നോക്കാം എത്ര പ്രൈസാണ് വന്നേക്കുന്നതെന്ന്. ഓവറായിട്ട് ഉണ്ടാവില്ല ഗൈസ്, ഐ എം ഷുവർ. കാരണം ഞാൻ അങ്ങനെ ഹൈ പ്രൈസിലുള്ള സംഭവങ്ങൾ ഒറ്റയടിക്ക് മേടിക്കാറില്ല. ഓ മൈ ഗോഡ്, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 860 ആണ്, 860 രൂപയാണ്. ഞാൻ മേടിക്കുമ്പോൾ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ഡെലിവറി ആണ്, ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ല. ഞാൻ മേടിക്കുമ്പം 860 ആയിരുന്നു, 860 ആയിരുന്നേ. ഇപ്പൊ 848 ആയിട്ടുണ്ട്, അതായത് 850 ആയിട്ടുണ്ട്. പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഓ കണ്ടോ, ഇതാണ് ആ ഒരു ഔട്ട്ഫിറ്റ്. പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, സെയിം കളർ സെയിം ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, കിടിലനാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഔട്ട്ഫിറ്റിലേക്ക് കടക്കാം. ഓക്കെ,
നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാ പക്ക ഓണത്തിന് അങ്ങ് മിങ്കിളായിട്ട് പോകുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഞാൻ ഇത് മേടിച്ചിട്ട് കുറെ ആയി, അതുകൊണ്ടാണ് കേട്ടോ പ്രൈസ് നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ദുപ്പട്ട സെറ്റ് അല്ല, ഇറ്റ്സ് ആക്ച്വലി കുർത്ത ആണ് കേട്ടോ. കുർത്ത എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആക്ച്വലി അനാർക്കലി ടോപ്പാണ്, അതായത് സൈഡ് ഓപ്പൺ ഒന്നും തന്നെ ഇല്ലാണ്ട് വരുന്ന അങ്ങനത്തെ ഒരു കുർത്ത ടോപ്പാണ് കേട്ടോ. അതാ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിന്റെ ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാ ഈ ഒരു കളർ, ഈ ഒരു ഗ്രീനില് ഗോൾഡും ആൻഡ് ഒരു റെഡും കളർ മെറൂണും കൂടിയിട്ട് ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടോ. ഇതാണ് ഇതിന്റെ ഹാൻഡ് വന്നിട്ട് 3/4 ഹാൻഡ് ആണ്. ഇതാ കണ്ടോ, അടുത്ത ഹാൻഡ് സെയിം. ഓക്കെ, കോളർ ഉണ്ട്. ആൻഡ് ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, നമുക്ക് വേറൊരു ലുക്കിലേക്ക് നമ്മൾ മാറും കേട്ടോ. ആക്ച്വലി അതായത് ഒരു റോയൽ ലുക്കിലേക്ക് നമ്മൾ മാറും. അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റാണ്. ഈ ഔട്ട്ഫിറ്റിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല കിഡിലനാണ്. ആ നെക്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് കോളറിന്റെ അവിടുന്ന് ഇതാ ഇവിടെ വരെ ഉണ്ടാവും ഡിസൈൻ. അതിന്റെ അവിടുന്ന് ബാക്കി കംപ്ലീറ്റ്ലി ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് വേറൊരു ഡിസൈൻ വരുന്നത് അങ്ങനത്തെ ഒരു ടോപ്പാണ് കേട്ടോ. ആൻഡ് അവിടെ സെന്ററിൽ ജസ്റ്റ് ഇങ്ങനെ ഇറുകി പിടിക്കും, എന്നിട്ട് കംപ്ലീറ്റ്ലി ബാക്കി ഇറ്റ്സ് ജസ്റ്റ് ലുക്ക് ലൈക്ക് അനാർക്കലി, അത്രയാണ് ഗൈസ്. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് നീ കഴിഞ്ഞിട്ടും ഉണ്ടാവും, അതായത് നമ്മുടെ കാൽമുട്ടും കഴിഞ്ഞിട്ടും ഉണ്ടാവും. അതായത് ആക്ച്വലി ഒരു അനാർക്കലി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ആൻഡ് ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡഡ് ആണ്, കംപ്ലീറ്റ്ലി കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കളർ വാഷ് ഔട്ട് ആയിട്ട് പോവേ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. കാരണം ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്തിട്ടുള്ളതാണ്. കളർ വാഷ് ഔട്ട് ആയിട്ട് പോവേ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന ഔട്ട്ഫിറ്റും അതെ, ഇതും അതെ. കളർ വാഷ് ഔട്ട് ആയിട്ട് പോവേ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇത് രണ്ടുമാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടും റെഡിമെയ്ഡ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഓണത്തിന് എന്താ പറയാ ടൈം ഇല്ലാണ്ടൊക്കെയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ആവുകയില്ല. നമുക്ക് നല്ല കിട്ടുന്ന ഔട്ട്ഫിറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, കാരണം ഇപ്പം എന്താ പറയാ, ഇപ്പം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ ഈദ് മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചതായിരുന്നു. ആ ക്ലോത്തിന് തന്നെ അതിന്റെ അത്യാവശ്യം പ്രൈസ്. അതിന്റെ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 500 above ആണ്. ആക്ച്വലി അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ പോലും ഇതിന്റെ ടോട്ടൽ കോസ്റ്റിന്റെ പകുതിയേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം എന്താ പറയാ, ശരിക്കും അതാണ് ഏറ്റവും നല്ലത്. റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുന്നതാണ്, അതായത് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ബജറ്റ് റെഡ്യൂസ് ചെയ്യാനും എല്ലാം കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി പറയുന്നത് ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തത് മേടിക്കുക എന്നുള്ളതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടും കുറച്ച് ഒരു എന്താ പറയാ, ഒരു റോയൽ കളേഴ്സ് ആണ് രണ്ടും. അപ്പൊ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള പോലെ തോന്നും കേട്ടോ. തോന്നലല്ല, ഇമ്പ്രൂവ് ആയി കാണും മീൻസ് കാണുന്നവർക്ക്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഇതിനധികം പ്രൈസ് ഇല്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വലി 10 മണിയായിട്ട് 10 മണിക്കാട്ടോ ഞാനിത് റെക്കോർഡ് ചെയ്യണേ, രാത്രി 10 മണിക്ക്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു ഓണം റിലേറ്റഡ് ആയിട്ട് തന്നെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത്ര ടൈം ആയി. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പോകില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 440 ആണ്. അതായത് 500 രൂപയുടെ ഔട്ട്ഫിറ്റ് ആണ് അത്. ആക്ച്വലി ഞാൻ ഈ ഒരു രണ്ടാമത് കാണിച്ചില്ല ഔട്ട്ഫിറ്റ്, അത് ഞാൻ മേടിക്കുന്നത് അതിൽ റിവ്യൂ കണ്ടിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി മേടിക്കുമ്പോൾ റിവ്യൂ ഉള്ള ഔട്ട്ഫിറ്റ്സ് മാത്രമേ മേടിക്കാറുള്ളൂ. ഒരുപാട് ഫേക്ക് റിവ്യൂസ് ഒക്കെ ഇറങ്ങുന്നതോടെ നമുക്കിപ്പം വിശ്വസിച്ച് ഓൺലൈനിൽ പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ ഞാൻ കണ്ടു, റിയൽ ഇമേജസ് കണ്ടു, അങ്ങനെ എടുത്തതാണ് കേട്ടോ. ആക്ച്വലി എടുത്തപ്പോൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കിഡിലായിട്ടുള്ള രണ്ട് ഔട്ട്ഫിറ്റ്സും നല്ല കിഡിലായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. കിഡിലായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. മീഷോയിലൊക്കെ സെർച്ച് ചെയ്ത്
എന്താ ടൈം കളയുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ മേടിച്ച് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടിലായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. രണ്ടും നല്ല ക്ലോത്ത് ആണ്. അത്ര പെട്ടെന്നൊന്നും എന്താ പറയാ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോകുമെന്നില്ല. കാരണം അങ്ങനത്തെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താ പറയാ, അപ്പൊ ഈ ഒരു ഓണത്തിന് ഇതിലേതെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ആൻഡ് എന്താ പറയാ, ഈ വീഡിയോ എന്താ പറയാ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇനി ഔട്ട്ഫിറ്റ്സ് കാണിക്കണമെന്നുണ്ടായിരുന്നു ആക്ച്വലി. കാരണം നമ്മുടെ ഹോൾ വീഡിയോ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ലെങ്തി ആയിട്ട് പോവാണ് കേട്ടോ, 30 മിനിറ്റ് 60 മിനിറ്റ് ഒക്കെ. അപ്പം എന്താ പറയാ, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും. അപ്പൊ ഗൈസ് നമ്മൾ 2 ഔട്ട്ഫിറ്റോടെ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കോഡ് എന്താ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ മേടിക്കാവുന്ന നേരത്ത് ഓഫർ ഉണ്ടോയെന്ന് ഞാൻ എല്ലാത്തിലും ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞതിലാണ് ഞാൻ മേടിക്കുക. നോർമലി അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മീഷോന്ന് തന്നെ മേടിച്ചത്. സോ എന്താ പറയാ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലേത് ഔട്ട്ഫിറ്റാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ഓണത്തിന് ഹോൾ വീഡിയോ ചെയ്യാണ്ട് നമുക്കിത് ഓണം സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഗൈസ്. ആക്ച്വലി എനിക്ക് പറ്റില്ല, കാരണം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് യൂസ്ഫുൾ ആവാൻ തോന്നുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പിന്നെ എന്തുവാ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ്.